അർജുന വിഷാദയോഗം. സുഹൃത്തുക്കളെ, KKG ഇഫക്റ്റിന്റെ 151 എപ്പിസോഡിലേക്ക് സ്വാഗതം. മഹാഭാരതത്തിലെ വികാരനിർഭരമായ ഒരു സന്ദർഭമാണ് വിഷയം. ശ്രീകൃഷ്ണന്റെ സഹോദരിയാണ് അർജുനന്റെ ഭാര്യ സുഭദ്ര. അവർക്ക് യുദ്ധതന്ത്രങ്ങൾ കേൾക്കുന്നത് കൗതുകമായിരുന്നു. ഒരു നാൾ അഭിമന്യുവിനെ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ പത്മവ്യൂഹം ഭേദിക്കുന്നത് എങ്ങനെയെന്ന് സുഭദ്രയോട് വിശദീകരിക്കുകയായിരുന്നു. സുഭദ്ര ഉറങ്ങിപ്പോയത് ശ്രദ്ധിച്ച ശ്രീകൃഷ്ണൻ പത്മവ്യൂഹത്തിൽ നിന്നും പുറത്തിറങ്ങേണ്ട രീതി പറഞ്ഞില്ല. ഗർഭസ്ഥ ശിശുവായിരുന്ന അഭിമന്യു എല്ലാം കേട്ടിരുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിൽ അഭിമന്യു പത്മവ്യൂഹം ഭേദിക്കുന്നു. പുറത്തിറങ്ങേണ്ട തന്ത്രം അറിയാതെ അതിൽപ്പെട്ട് കൊല്ലപ്പെടുന്നു. കൗരവ പാണ്ഡവ സഹോദരങ്ങൾ 105 പേരുടെ ഒരേ ഒരു പെങ്ങൾ ദുശ്ശളയുടെ ഭർത്താവ് ജയദ്രഥനാണ് അഭിമന്യുവിനെ വധിക്കുന്നത്. സിന്ധു രാജ്യത്തിലെ രാജാവായിരുന്നു ജയദ്രഥൻ. അഭിമന്യു കൊല്ലപ്പെട്ടതറിഞ്ഞ അർജുനൻ അന്ന് സൂര്യാസ്തമനത്തിന് മുൻപ് ജയദ്രഥനെ വധിക്കുമെന്ന് ശപഥം ചെയ്യുന്നു. അതിന് കഴിഞ്ഞില്ലെങ്കിൽ അഗ്നിയിൽ ചാടി ആത്മാഹൂതി ചെയ്യും എന്നും പ്രഖ്യാപിക്കുന്നു. കൗരവർ ജയദ്രഥനെ ഒളിപ്പിക്കുന്നു. അപകടാവസ്ഥ മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ ആയുധമെടുക്കില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും സുദർശന ചക്രം കൊണ്ട് സൂര്യനെ മറച്ച് കൃത്രിമ സൂര്യാസ്തമനം ഉണ്ടാക്കുന്നു. അത്യാഹ്ലാദത്തോടെ കൗരവർ ജയദ്രഥനെ പുറത്തു കൊണ്ടുവരുന്നു. ശ്രീകൃഷ്ണൻ സുദർശന ചക്രം പിൻവലിക്കുന്നു. സൂര്യൻ പ്രത്യക്ഷപ്പെടുന്നു. അർജുനൻ ജയദ്രഥനെ വധിക്കുന്നു. യുദ്ധമൊക്കെ കഴിഞ്ഞ് പാണ്ഡവരുടെ അശ്വമേധയാഗം തുടങ്ങി. സാമ്രാജ്യത്തിലെ എല്ലാ രാജ്യങ്ങളും തങ്ങൾക്ക് അധീനമാണെന്ന് ഉറപ്പിക്കാനാണ് അശ്വമേധയാഗം നടത്തുന്നത്. ആരെങ്കിലും എതിർക്കാൻ വന്നാൽ യുദ്ധം ചെയ്ത് തോൽപ്പിക്കും, അല്ലെങ്കിൽ വധിക്കും. ഇതാണ് രീതി. അർജുനനും സംഘവും സിന്ധു രാജ്യത്ത് പ്രവേശിക്കുന്നു. തന്റെ അച്ഛനെ കൊന്നയാൾ രാജ്യത്ത് യുദ്ധം ചെയ്യാനായി പ്രവേശിച്ചതറിഞ്ഞ് പേടിച്ച് വിറച്ച് ദുശ്ശളയുടെ ഏക മകൻ സുരഥ മരിക്കുന്നു. ദുശ്ശള മകന്റെ മൃതദേഹവും കയ്യിലേന്തി അർജുനനോട് വിലപിക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവിനെ ജ്യേഷ്ഠൻ കൊന്നു. നിങ്ങൾ വരുന്നു എന്നറിഞ്ഞ എൻ്റെ മകൻ പേടിച്ച് വിറച്ച് മരിച്ചിരിക്കുന്നു. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതാണ് ആ നിമിഷം അർജുന വിഷാദയോഗം. വാക്കുകൾ പുറത്തു വരാതെ താൻ മൂലം എല്ലാം നഷ്ടപ്പെട്ട പെങ്ങളുടെ മുഖത്ത് നോക്കി നിർനിമേഷനായി നിൽക്കാൻ മാത്രമേ അർജുനന് കഴിഞ്ഞുള്ളൂ. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിലും ഇത്രയും ഗൗരവമുള്ളതല്ലെങ്കിലും വിഷാദയോഗങ്ങൾ ഉണ്ടാകാറുണ്ട്, ഇല്ലേ? അർജുനൻ മറികടന്ന പോലെ നമ്മളും അത് മറികടക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ മുന്നോട്ട് പോകുക ദുഷ്കരം. ബൈ ഫ്രം KKG.